ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പഴയ നോട്ടിൻ്റെ കുറച്ച് കളക്ഷൻസ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചില്ലറകളുടെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെതല്ല ഉപ്പാൻ്റെതാണ് കേട്ടോ. അപ്പം കുറച്ച് ചില്ലറകളുടെ കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതായത് ഈ ₹1 തന്നെ കുറേ വർഷം പഴക്കമുള്ളതൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. ഏതാണ്ട് കാണാൻ ഒരേപോലെയാണ്, പക്ഷേങ്കിൽ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഡേറ്റും കാര്യങ്ങളും മാറ്റുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ₹1, അതേപോലെ പഴയ 10 പൈസ 20 പൈസ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതാ ഫസ്റ്റ് വൺ, ഇങ്ങനെ ഒരു ₹1 കേട്ടോ. കാണുന്നുണ്ടോ അറിയുന്നില്ല. ഞാനതൊക്കെ ആ ബാക്ക് ക്യാമറ ഇട്ടിട്ട് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ കാണിക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൈസയും അതേപോലെ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു ബോക്സ് ചില കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പം മൊത്തമൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ₹1, ഇതൊക്കെ 1987, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, 1990, പിന്നെ ഇതാ 1984, പിന്നെ ഇത് വേറൊരു കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള മോഡൽ 1979, അതിൻ്റെ തന്നെ 1975 ഉണ്ട്. അതേപോലെ ഇതാ വേറൊരു ടൈപ്പ് ₹1. ഇതൊക്കെ ഡേറ്റ് കാണിച്ചു തരാം. 1987 കേട്ടോ ഇതൊക്കെ. അതേപോലെ നമുക്കിത് നോക്കാം. ഇത് 1976, അതേപോലെ ഇത് 1991, 1985. അപ്പം ഇതൊക്കെ ഓരോ ഇയർ മാറ്റമുള്ള ₹1 നാണയങ്ങളാണ് കേട്ടോ. ഇനി അതേപോലെ ₹2 നാണയം കാണിച്ചു തരാം. ഇതും ഡേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ₹2 ചിലപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് നമ്മളൊക്കെ ടൈമിൽ 2003, ഇത് 1982, പിന്നെ അതേപോലെ ഇത് 1998 ഗൈസ്, 2001, 1992, 1994, 1993. ഇങ്ങനത്തെ ₹5 നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്? ഇതൊക്കെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനത്തെ ചില്ലറ നാണയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഇത് ₹5-ൻ്റെയാണ്. ₹5 ഇത് ഇയർ നോക്കാം നമുക്ക്. 1917 to 1984 ആണ് ഇതിലുള്ളത്. അപ്പം നെക്സ്റ്റ് വൺ ഇതാണ് 1917, 1984. പിന്നെ ഇതാ ഇതും ഒരു ₹5 നാണയം തന്നെയാണ് കേട്ടോ. ഇത് എത്രയിലാണ് വരുന്നത്? 1989 ഗൈസ്, 20 പൈസ. ഈ പൈസയൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ടത്തുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് അങ്ങനെ ആരുടെയും കയ്യിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് 1971, അതേപോലെ ഇത് 1970 കാണുന്നുണ്ടോ, 69 ഉണ്ട്. അതേപോലെ 1948 20 പൈസ നാണയം ഗൈസ്, കാണുന്നുണ്ടോ? ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയോ. ഇതിലൊരു താമരയാണ്. ഇത് 1969, അതിലൊരു താമര. അതേപോലെ ഇത് 1948. അപ്പം ഇതിൽ ഇങ്ങനെ. പിന്നെ ഇത് വേറെ 1948 കേട്ടോ. അപ്പോൾ ഒക്കത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇതിൽ രണ്ടിലും ഏതാണ്ട് ഇതാ ഒരേപോലത്തെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിതാ ഗാന്ധിജീൻ്റെ ഒരു പടമാണ്. അപ്പം ഒക്കത്തിലും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. ഇനി ഞാൻ കുറച്ച് എന്താ പറയുക, പഴയ 10 പൈസ അങ്ങനത്തെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിലൊക്കെ പഴയ പൈസകളാണ് കേട്ടോ. ഒക്കെ ₹1, ₹2, ₹5 എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോ നാണയങ്ങളാണ് ഇതിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ട് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗായിപ്പോവും. അപ്പം ഇതിലാണ് ഇനി നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൈസ. കുറേ ഇല്ല, കുറച്ചുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സോറി ഗൈസ്, ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ ഈ ഒരു ഇത്. പക്ഷേ ഇതിൽ ഡേറ്റോ കാര്യങ്ങളോ വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് പൈസ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ചോദിക്കാനിപ്പോൾ ഇവിടെ ഒപ്പിയുമില്ല, എനിക്ക് ചോദിക്കാമായിരുന്നു. എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. അപ്പം ഇതുപോലെ 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല.
ഇനി കാണിച്ചുതരാം. ഇങ്ങനത്തെയൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഇത് എത്രയാ? ഇത് 20 പൈസയാണ് കേട്ടോ. 970 10 പൈസ. അതേപോലെ 1 രൂപയാ. ഇത് 1 പൈസയാണോ 1 രൂപയാണോ അങ്ങനെ എന്താ പറയുന്നത് എനിക്കറിയില്ല. പണ്ടത്തെ ഒരു പൈസ 1967 പൈസയാണ് ഗൈസ്. നോക്കിക്കോളി. 1960 അല്ല 57 പൈസയാണത്. ഇനി നെക്സ്റ്റ് വൺ ഇത് 1/2 പൈസ 1939. ഇങ്ങനത്തെയൊക്കെ നിങ്ങൾ ആരുടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബിലോ. ഇനി നെക്സ്റ്റ് വൺ ഇത് കണ്ടോ 1945. ഞാനൊക്കെ ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്. ഇങ്ങനത്തെയൊക്കെ ഒരു പൈസ, അതായത് നമ്മളെ വട പോലെ ഇരിക്കും. കണ്ടോ? ഇനി വേറെ കാണിച്ചുതരാം. ഇതും ഒരു പൈസയാണ്, പക്ഷെ ഡേറ്റ് വ്യത്യാസമുണ്ട്. 1963. പിന്നെ ഇതാ ഒരു 5 രൂപേൻ്റെ. ഇതെന്താണ്? ചെമ്പാണോ എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല. ചെമ്പൊക്കെ പോലെ ഉണ്ട് ഗൈസ്. ചെമ്പല്ല, വേറെന്തോ ഒരു ഇതുപോലെ ഉണ്ട്, പക്ഷെ കുറേ മാഞ്ഞു പോയി തെളിയാണ്ടാക്കി. ഇതാ വേറെ ഒരു അടിപൊളി പൂ പോലെയുള്ളൊരു പൈസ 1968. 10 പൈസയെന്ന് എഴുതിയിട്ടുണ്ട്. 10 പൈസ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു 2 രൂപ 1939 കേട്ടോ. ആ 2ൻ്റെ പകുതിയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇതാ ഒരു 2 രൂപ 1962. പിന്നെ ഒരു 10 പൈസ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചില്ലറകളുടെ കളക്ഷൻ, അതായത് നാണയത്തിൻ്റെ. അപ്പം ഇനിയും ഒരുപാട് അതിൽ അറബി പൈസകൾ, അതായത് അറബി നമ്മളെ ദുഡുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ 1 ദിർഹം അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഈ വഴിയെ കാണിച്ചിരിക്കും. അപ്പോൾ ഈ പൈസയ്ക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുഞ്ഞി പൈസ ഇങ്ങനത്തെയൊക്കെ ആരുടെയെങ്കിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതേപോലെ ഇതാ ഈ ഫ്ലവർ പോലത്തെ പൈസ. പിന്നെ വേറൊന്ന് കാണിച്ചില്ല. ഏറ്റവും രസം ഇതാണ്. ഇങ്ങനത്തെയൊക്കെ ഒരു പൈസ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. എങ്ങനെയുണ്ട്? അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.